ഹലോ! അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റഡി ചാലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിന്ന് 4ാമത്തെ ദിവസമായിരിക്കും. ബിക്കോസ് ഞാനിന്ന് പഠിക്കുന്നത് 15-ാം തീയതിയാണ്. നമ്മൾ 12-ാം തീയതി നമ്മുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഞാൻ പഠിച്ചു തുടങ്ങുന്നത് 15-ാം തീയതിയാണ് ഗൈസ്. എന്താണെന്നറിയില്ല, എൻ്റെ മടിയും എന്തോ എനിക്കങ്ങോട്ടത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കെപ്പോഴും സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു 4:45 ആയപ്പോൾ രാവിലെ പഠിക്കാൻ വേണ്ടിയിട്ട് എണീറ്റിട്ടുണ്ട്. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ കാര്യമാക്കിയില്ല. പുറത്ത് നല്ല ഇരുട്ടൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചുമ്മാ എടുത്തുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കട്ടനൊക്കെ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കട്ടനില്ലാതെ രാവിലെ പഠിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തോ എനിക്ക് ഉറക്കമൊക്കെ വരും രാവിലെ കട്ടനില്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ കട്ടനൊക്കെ എടുത്ത് പഠിക്കാനിരുന്നു. പിന്നെ ടു ഡു ലിസ്റ്റ് ഇന്നലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നൈറ്റ് എഴുതി വെക്കും. അപ്പോൾ രാവിലെ എണീറ്റ് എന്ത് പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും കൺഫ്യൂസിങ് ഇല്ലാതെ നമുക്ക് രാവിലെ എണീക്കുമ്പം പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ രാത്രി എഴുതി വെച്ചിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മൈൻഡിലുണ്ടാകും, ഓക്കെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നാളെ ചെയ്യാനുണ്ട്. സോ നമുക്ക് രാവിലെ എണീക്കാനൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ ഇതിൽ നിന്ന് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പഠിക്കുന്നതിന് മുന്നേ ഞാൻ ഒന്ന് ബൈബിൾ വായിച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തുടങ്ങിയൊരു ശീലമാണ്. 2026 ബൈബിൾ ഫുള്ള് വായിച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ മീതെയാണ് ഞാൻ ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ എന്നും ബൈബിൾ വായിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ബൈബിളൊക്കെ വായിച്ചിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്കറിയാലോ, ഡേ 1 എക്കണോമിക്സ് ആണ്. ഇന്ത്യ സാമ്പത്തിക രംഗം. എക്കണോമിക്സിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എനിക്ക് ഹിസ്റ്ററി, എക്കണോമിക്സ് ഇത് അത്യാവശ്യം നല്ല ടഫുള്ളതാണ് കേട്ടോ. ഞാൻ സയൻസ് പഠിച്ചിട്ട് വന്നതുകൊണ്ടും തന്നെ ഈ ഒരു സോഷ്യൽ സ്റ്റഡീസ് വരുന്ന സബ്ജക്റ്റൊക്കെ എല്ലാം അത്യാവശ്യം ഇതാണ്. അതിൽ എക്കണോമിക്സ്, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയൊക്കെ ഞാൻ ഉറങ്ങി ചാവും, അങ്ങനത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ നമ്മൾ എന്തായാലും നമ്മുടെ മെയിൻ ടോപ്പിക്ക് പഠിക്കാൻ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് രാവിലെ പഠിക്കുന്നതാണ് ബെറ്റർ. രാവിലെ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബ്രെയിനിൽ നല്ല പവറാണ് രാവിലെ. അതുകൊണ്ട് അതെടുത്തു. ഓൾറെഡി ഞാൻ നേരത്തെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ പഠിച്ച ഭാഗം ഞാൻ എന്ത് ചെയ്തു, അന്ന് തന്നെ നോട്ടും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവം എടുത്ത് ഞാനൊന്നിപ്പോൾ റിവൈസ് ചെയ്തു കേട്ടോ ആദ്യം. കാരണം അന്ന് കുറച്ച് ദിവസമായി ഞാൻ പഠിച്ചിട്ട് അത്യാവശ്യം എല്ലാം മറന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ നോട്ടേ കാണാനില്ലായിരുന്നു. ഞാൻ തപ്പിപ്പിടിച്ചെടുത്തതാണ് ഇന്നലെ രാത്രി ഇരുന്നിട്ട്. അങ്ങനെ അത് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് സെറ്റപ്പാക്കി എടുത്തു. കാരണം അത് അത്യാവശ്യം നല്ല ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ഒരു സംഭവം എനിക്ക് മനസ്സിലാവാനും പോകുന്നില്ല, പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഈ ഫസ്റ്റ് ഞാൻ അന്ന് എഴുതി വെച്ച കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ ബാക്കി പഠിക്കാൻ റാങ്ക് ഫയൽ നോക്കിയിട്ട് എനിക്ക് അതിനങ്ങോട്ട് ബോധിച്ചില്ല അത്രയ്ക്ക്. അതുകൊണ്ട് ഞാൻ കരുതി ഒന്ന് യൂട്യൂബ് എടുക്കാമെന്ന്. യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും വിത്ത് SCRT ഫാക്ട്സ് ഉള്ള ഒരു PK ലേണിങ്സ് എന്ന് പറയുന്ന ഒരു അക്കാഡമിയുടെ ക്ലാസ് കിട്ടി. ഒരു 3 ക്ലാസ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് സൂപ്പർ അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലെല്ലാം മനസ്സിലാവുകയും ചെയ്തു. SCRT കണക്ട് ചെയ്തായിരുന്നു അവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ SCRT എക്സ്ട്രാ വായിക്കേണ്ട ആവശ്യവും വന്നില്ല. നല്ല രീതിയിൽ അതിൻ്റെ നോട്ട്സും അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അതും ക്ലാസ് കണ്ട് അതിൻ്റെ നോട്ട്സും എഴുതി അത് സെറ്റാക്കി കേട്ടോ. അത് നല്ല അടിപൊളി ക്ലാസ്സായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം കേട്ടോ. PK ലേണിങ്സ് എന്നാണ് അവരുടെ ആ ഒരു അക്കാഡമിയുടെ പേര്. നമ്മൾ ജസ്റ്റ് ഇന്ത്യ സാമ്പത്തിക രംഗം എന്നിങ്ങനെ PSC എന്നിങ്ങനെ യൂട്യൂബിൽ അടിക്കുമ്പോൾ ഒരുപാട് ക്ലാസ് വരും. എനിക്ക് ഫസ്റ്റ് ഇത് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ജസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ അത് തന്നെ ഞാൻ ഫോളോ ചെയ്ത് അവരുടെ 3 ക്ലാസ്സും ഞാൻ കണ്ട് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. നല്ല രീതിക്ക് ഈ ടോപ്പിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അരച്ച് കലക്കി കുടിച്ചതുപോലെ ഞാൻ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ എഴുതിയ നോട്ട് ഇതാണ്. അടിപൊളിയായിട്ട് ഈ ടോപ്പിക്കിൻ്റെ നോട്ട് അങ്ങനെ 3 പേജിൽ ഒതുക്കി നല്ലൊരു സെറ്റപ്പ് നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഏത് പരീക്ഷ വന്നാലും ഇതെടുത്ത് വായിച്ചാൽ മതി. അങ്ങനെ നോട്ട് എഴുതി ഇത്ര ആയപ്പോഴത്തേക്കും ഞാൻ 1 മണിക്കൂർ 40 മിനിറ്റ് പഠിച്ചു ഗൈസ്. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. അത് കഴിഞ്ഞ് ഇതിങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരല്ലോ, ഇത് നമ്മൾ പഠിക്കണമല്ലോ. അതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ടെടുത്തു. അത്യാവശ്യം ഇതിങ്ങനെ വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഫോർ മീ. ബിക്കോസ് എനിക്ക് എക്കണോമിക്സ് പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതങ്ങ് കുത്തിയിരുന്നങ്ങ് പഠിച്ചു. ഇനിയിപ്പോൾ വേറെ നിവർത്തിയില്ലല്ലോ, നമ്മൾ പഠിച്ചല്ലേ പറ്റും. നമ്മൾ PSCക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും നനഞ്ഞു, ഇനിയിപ്പോൾ കുളിച്ച് കയറാം എന്നൊരു രീതിയിൽ അങ്ങനെ ഇരുന്ന് പഠിച്ചു. അപ്പോൾ എന്തായാലും കേസ് ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തായാലും നിങ്ങൾ എൻ്റെ വ്ലോഗ്സൊക്കെ കാണല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവണ്ടേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ നിന്ന് തന്നെ ചോദിക്കാം. നമ്മുടെ ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്?
എക്കണോമിക് ബ്രെയിൻ തിയറി ആവിഷ്കരിച്ചത് ആരാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷേ എനിക്കൊന്ന് കുറേ എക്സാമിനൊക്കെ ഇങ്ങനെ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് മൺഡേ ക്ലാസ് ടെസ്റ്റിനുള്ള ഒരു ടോപ്പിക്ക് പഠിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ടോപ്പിക്ക്, ഒരു 3 രാജാക്കന്മാരെങ്ങാണ്ടോ പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ടോപ്പിക്ക് ഇപ്പം പഠിച്ച് നല്ല ഇഷ്ടമായി. എന്താണെന്നറിയില്ല, നമുക്കിങ്ങനെ കുറേശ്ശെ ഒരു 3 രാജാക്കന്മാർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇങ്ങനെ വരുന്നത്. സോ എനിക്കങ്ങനെ ഹിസ്റ്ററി ഇഷ്ടമല്ലെങ്കിലും പക്ഷേ ഈ രാജാക്കന്മാരെ കുറിച്ച് പഠിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. തിരുവിതാംകൂർ രാജാക്കന്മാരെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തായാലും അത് പഠിച്ചു. അതിൻ്റെ ഇയേഴ്സ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തു കേട്ടോ. എനിക്ക് ഇയേഴ്സ് അത്ര മൈൻഡിൽ നിൽക്കില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതി വെക്കും. ചില സമയത്ത് ഇങ്ങനെ ചുമ്മാ എഴുതി പഠിക്കാറുമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൺവീനിയൻസ് എനിക്ക് എങ്ങനെ തോന്നുന്ന ആ രീതിക്ക് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ അതും എഴുതി നല്ല രീതിയിൽ ആ ഒരു 3 രാജാക്കന്മാരെ പക്കയായിട്ട് ഞാനങ്ങ് പഠിച്ചു. അത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ഷീണമായി. ക്ഷീണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പഠിച്ചില്ലേ, അതിൻ്റെ അത്യാവശ്യം നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബുക്കൊക്കെ അടച്ചു വെച്ച് രാവിലത്തെ പഠിത്തം അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റിൽ 2 സംഭവം കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അതങ്ങ് ടിക്ക് ചെയ്ത് വെച്ചു. അത് കണ്ടപ്പോൾ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ എന്നറിയാം. അത് ടിക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും എനിക്കത് കാണുമ്പോൾ വല്ലാത്തൊരു സുഖം. ഓക്കെ, അങ്ങനെ അപ്പോഴത്തേക്ക് സമയം ഒരു 9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മണിക്ക് തുടങ്ങിയിട്ട് 9 മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റു. അതിൻ്റെ ഇടയ്ക്കും ഞാൻ ചെറുതായിട്ടൊക്കെ 5 മിനിറ്റൊക്കെ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പൂരിയും ഉള്ളിക്കറിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഗൈസ്. നല്ല കറിയായിരുന്നു കേട്ടോ, ബിക്കോസ് ഞാൻ ഉണ്ടാക്കിയോണ്ട് നല്ല കറിയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ആ പണികളെല്ലാം കഴിഞ്ഞൊരു 11:30 ആയപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കെന്ന് പറയുന്നത് നമ്മുടെ നാളെ ക്ലാസ് ടെസ്റ്റ് വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ടോപ്പിക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് 10 SCERTയുടെ ചാപ്റ്റർ 2 നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനില്ലേ ആ ടോപ്പിക്കാണ്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു 20 പേജുള്ള ചാപ്റ്ററെ മുമ്പ് ഞാനൊക്കെ പഠിച്ച സമയത്ത് ഒരു ചാപ്റ്ററിനകത്ത് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ചൈനീസ് റവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടി ഒറ്റ ഇതിലായിരുന്നു. എന്താ അല്ലേ കാലം പോയൊരു പോക്ക്. അതിനി നമ്മൾ PSCക്കാർ ഇതെല്ലാം ഒറ്റ ചാപ്റ്റർ നമ്മൾ പഠിക്കണ്ടേ. ആ നോട്ട് എഴുതിയിട്ട് അതങ്ങ് ഫുള്ള് കംപ്ലീറ്റ് പഠിച്ചു വെച്ചു. വെച്ചോണ്ടിരുന്നാൽ ഞാൻ അത് പഠിക്കത്തില്ല, എഴുതിയാൽ മാത്രം പോരല്ലോ, അത് പഠിക്കുകയും കൂടെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് കുളിച്ചു ഗൈസ്. കുളിച്ച് സുന്ദരിയായി. അപ്പോഴത്തേക്ക് ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഡിന്നറൊക്കെ കഴിച്ചപ്പോഴത്തേക്കും കറണ്ടും പോയി ഗൈസ്. അതുകൊണ്ട് പിന്നെ ബാക്കിയൊന്നും പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പ്രൊഡക്റ്റീവ് ആവാമെന്ന് വിചാരിക്കുന്ന ദിവസം ദൈവം 7ൻ്റെ പണി എനിക്ക് തരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ടു ഡു ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് സങ്കടമുണ്ട്. എന്നാലും കുഴപ്പമില്ല, 2-3 ആണെങ്കിലും അതൊക്കെ കംപ്ലീറ്റ് ചെയ്തല്ലോ. അതുകൊണ്ട് അത്രയെങ്കിലുമൊക്കെ ആയി. എന്തായാലും ഡേ 2ൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. പിന്നെ ഇന്ന് പഠിക്കാത്ത ടോപ്പിക്ക് അടുത്ത ഏതെങ്കിലും ദിവസത്തിൽ കുത്തിക്കയറ്റി ഞാൻ പഠിക്കും, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ബൈ.